ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്ക് അയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവർ ഇവനാർ. ഹല്ലേലൂയ. അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയതും ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നവർ ഇവനാര്. ഹല്ലേലൂയ. ആമൻ. യോബിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ ആമൻ, യോബ് ഉസ്ദേശത്തിൽ ഹല്ലേലൂയ ദൈവഭക്തനായിരുന്ന യോബിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് യോബിന് വേണ്ടുന്ന സകല നന്മകളും ആമേൻ ഹല്ലേലൂയ കൊടുത്തു. താൻ ദൈവത്തെ ആരാധിച്ചും ഹല്ലേലൂയ പ്രാർത്ഥിച്ചും ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് പോകുന്ന വേളയിൽ സാത്താൻ ശക്തമായി ഹല്ലേലൂയ യോബിന്റെ ജീവിതത്തെ പരീക്ഷിക്കുവാൻ ഇടയായതുപോലെ എന്നെ കേൾക്കുന്ന ദൈവവൈതരെ, നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ശത്രുവാകുന്ന സാത്താൻ ഹല്ലേലൂയ പലവിധ പരീക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിലിട്ട് നിന്നെ വാദിച്ചു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാ, ആമേൻ, അറിവ് കൂടാതെ ആമേൻ ഹല്ലേലൂയ സാത്താൻ ആമേൻ നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെയോ ദൈവിക വാഗ്ദത്തങ്ങളെയോ ഓർക്കാതെ ആമേൻ ഹല്ലേലൂയ ഈ പകൽക്കാലം ദൈവാത്മ പറയുകയാ, ആമേൻ, അറിവ് കൂടാതെ ആലോചനയെ, അതേ നിന്നെ കുറിച്ചുള്ള ആലോചനയെ മറിച്ചു കളയുവാൻ നോക്കിയ മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാ, ആമേൻ ഹല്ലേലൂയ ശത്രു എത്ര പരിശ്രമിച്ചാലും, അവൻ എത്ര വെല്ലുവിളിച്ചാലും, അവൻ എത്ര നിന്റെ അനുഗ്രഹത്തെ നന്മയെയും ആമേൻ മറിച്ചു കളയുവാൻ നോക്കിയാലും ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, ആമേൻ, സ്വർഗത്തിലെ ദൈവം യോബിന്റെ ജീവിതത്തിലൊക്കെയും ആമേൻ ഇരട്ടിയായി തിരിച്ചു മടക്കി കൊടുത്തു എങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുകയാ, ആമേൻ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവിന്റെ ജീവകിരീടം പ്രാപിക്കുമെന്ന് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ആമേന്റെ ജീവിതത്തിലെ വലിയ പരീക്ഷണ ഘട്ടത്തിൽ ആമേൻ വാസ്തവമായി ഹല്ലേലൂയ ആമേൻ നീ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്ന് ആമേൻ നിലനിൽക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് ആമേൻ ജീവിതത്തിൽ എന്താ ശത്രു നഷ്ടമാക്കിയത്, ആമേൻ എവിടെയാണ് ശത്രു നിന്നെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വേദനിപ്പിച്ചത്, എവിടെയാവൻ നിന്റെ നന്മയെ എടുത്തു മാറ്റിയത്, ആമേൻ അതൊക്കെയും ഇരട്ടിയായി തന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.